2 പതിറ്റാണ്ടിന് ശേഷം അമേരിക്കയിലെ വിമാനത്താവളങ്ങളിൽ ഒരു മാറ്റമുണ്ടായിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാർ ഇനി സുരക്ഷാ പരിശോധനയ്ക്കായി ഷൂസ് ഊരേണ്ടതില്ല എന്നതാണ് പുതിയ തീരുമാനം. സുരക്ഷാ പരിശോധന കൂടുതൽ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. പുതിയ നയം നടപ്പിലാക്കുന്നതോടെ വിമാനത്താവളങ്ങളിലെ കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറയുമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി 2006 ഓഗസ്റ്റിലാണ് യാത്രക്കാർ ഷൂസ് ഊരണമെന്ന നയം ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നത്. 2001 സെപ്റ്റംബർ 11-നുണ്ടായ അൽഖ്വയ്ദ ആക്രമണത്തിന് ശേഷം റിച്ചാർഡ് റീഡ് എന്ന ബ്രിട്ടീഷ് പൗരൻ പാരീസിൽ നിന്ന് മിയാമിയിലേക്കുള്ള വിമാനത്തിൽ ഷൂസിനുള്ളിൽ ബോംബ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു യാത്രക്കാർ ഷൂസ് ഊരണമെന്ന നയം നടപ്പിലാക്കിയത്. പിന്നീട് പ്രീ ചെക്ക് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തവരെ ഈ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നതോടെയാണ് മാറ്റം സാധ്യമായതെന്ന് അധികൃതർ പറയുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പുതിയ നയം നടപ്പിലാക്കുന്നതോടെ സുരക്ഷാ പരിശോധന കൂടുതൽ വേഗത്തിലാകുമെന്നും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും ക്രിസ്റ്റി നോം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഈ മാറ്റം TSA ചെക്ക് പോയിന്റുകളിലെ കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറയ്ക്കുമെന്നും യാത്രക്കാർക്ക് കൂടുതൽ നല്ലതും കാര്യക്ഷമവുമായ അനുഭവം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നാണ് ക്രിസ്റ്റി നോയത്തിന്റെ പ്രതികരണം. ഈ തീരുമാനം വലിയ വാർത്തയാണെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റും പ്രതികരിച്ചിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി മുതൽ രാജ്യവ്യാപകമായി പുതിയ തീരുമാനം നടപ്പാക്കാൻ തുടങ്ങി. അതേസമയം ബാൾട്ടിമോർ, ഫോർട്ട് ലോഡർഡെയിൽ, പോർട്ട്ലാൻഡ് എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ നിരവധി വിമാനത്താവളങ്ങളിൽ ഷൂസ് ഊരേണ്ടതില്ലെന്ന നിയമം ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. നോർത്തേൺ കെൻറ്റക്കി അന്താരാഷ്ട്ര വിമാനത്താവളം, ഫിലാഡൽഫിയ അന്താരാഷ്ട്ര വിമാനത്താവളം, നോർത്ത് കരോലൈനയിലെ പീറ്റ്മോൺ ട്രയാഡ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുൾപ്പെടെ മറ്റ് ചില വിമാനത്താവളങ്ങളിലും ഷൂസ് ഊരേണ്ടതില്ലെന്ന നിയമം ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂയോർക്ക് സിറ്റിയിലെ ലഗാഡിയ എയർപോർട്ട് എന്നിവിടങ്ങളിലും ഈ നിയമം ഒഴിവാക്കിയിട്ടുണ്ട്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കണക്കുകൾ പ്രകാരം 2023 സാമ്പത്തിക വർഷത്തിൽ 10 ദശലക്ഷത്തിലധികം വിമാനങ്ങളിലായി 100 കോടിയിലധികം യാത്രക്കാർ US വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. പുതിയ നയം പ്രാബല്യത്തിൽ വരുമ്പോൾ മറ്റ് സുരക്ഷാ നടപടികൾ തുടരും. യാത്രക്കാർ ബെൽറ്റുകൾ, കോട്ടുകൾ, ലാപ്ടോപ്പുകൾ, ചില പ്രത്യേക വസ്തുക്കൾ എന്നിവ ബാഗിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വരും. അതേസമയം ബോംബുകളും മയക്കുമരുന്നുകളും കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളെയും ഉപയോഗിക്കും. പല സുരക്ഷാ നിയമങ്ങളും അനാവശ്യമാണെന്നും വ്യക്തമായ ഉപയോഗമില്ലാത്തതാണെന്നും യാത്രക്കാർ വിമർശിക്കുന്നുണ്ട്. ചില നിയമങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അവലോകനം ചെയ്യുന്നുണ്ടെന്ന് ക്രിസ്റ്റി നോം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. അതിനിടെ കാനഡ തങ്ങളുടെ വിമാനത്താവള സുരക്ഷാ നിയമങ്ങൾ US നിയമങ്ങളുമായി ഏകീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാനഡയിൽ ആഭ്യന്തര വിമാനങ്ങളിലും US ഇതര വിമാനങ്ങളിലും യാത്രക്കാർ ഷൂസ് ഊരേണ്ടതില്ല. എന്നാൽ കനേഡിയൻ വിമാനത്താവളങ്ങളിലെ US പ്രീ ക്ലിയറൻസ് വിഭാഗങ്ങളിലൂടെ US പോകുന്നവർ ഷൂസ് ഊരണമെന്നായിരുന്നു ഇതുവരെയുള്ള നിയമം. ഇത് മാറ്റാനാണ് കാനഡയും തീരുമാനിച്ചിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.